ഹലോ സുഹൃത്തുക്കളെ, ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ച മനുഷ്യരാശിയെ ആധുനിക യുഗത്തിലേക്ക് നയിച്ച ഏറ്റവും വലിയൊരു കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. വ്യാവസായിക വിപ്ലവം 18ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ ബ്രിട്ടനിൽ ആരംഭിച്ച് പിന്നീട് ലോകമെമ്പാടും പടർന്നു പന്തലിച്ച ഈ വിപ്ലവം കേവലം ഫാക്ടറികളുടെയോ യന്ത്രങ്ങളുടെയോ മാത്രം കഥയല്ല. അത് മനുഷ്യന്റെ ജീവിതരീതിയെയും അധ്വാനത്തെയും സംസ്കാരത്തെയും ആകെ മാറ്റിമറിച്ചൊരു വലിയ പരിവർത്തനമായിരുന്നു. വ്യാവസായിക വിപ്ലവത്തെക്കുറിച്ച് ഏതൊരു ചരിത്രവിദ്യാർത്ഥിയും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ഒട്ടും സമയം കളയാതെ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 1. വ്യാവസായിക വിപ്ലവം ഏത് രാജ്യത്താണ് ആദ്യമായി ആരംഭിച്ചത്? ഗ്രേറ്റ് ബ്രിട്ടൻ. 18ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ വിപുലമായ കൽക്കരി നിക്ഷേപവും ശക്തമായ സാമ്രാജ്യത്വ സമ്പദ്വ്യവസ്ഥയും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഉള്ളതിനാലാണ് ബ്രിട്ടൻ ഈ വിപ്ലവത്തിന്റെ പ്രഭവകേന്ദ്രമായി മാറിയത്. 2. വ്യാവസായിക വിപ്ലവം ആരംഭിച്ച നൂറ്റാണ്ട് ഏതാണ്? 18ാം നൂറ്റാണ്ട്. കൃത്യമായി പറഞ്ഞാൽ 1750കളോടെ ബ്രിട്ടനിലെ ടെക്സ്റ്റൈൽ മേഖലയിലാണ് ഇതിന്റെ ആദ്യ ചലനങ്ങൾ ദൃശ്യമായത്. 3. വ്യാവസായിക വിപ്ലവത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾക്ക് വിധേയമായ വ്യവസായം ഏതാണ്? ടെക്സ്റ്റൈൽ വ്യവസായം. പരമ്പരാഗത കൈത്തറിയിൽ നിന്ന് മാറി യന്ത്രവൽകൃത നെയ്ത്തുകേന്ദ്രങ്ങളിലേക്ക് മാറിയതാണ് ഈ മേഖലയിൽ വൻ ഉൽപ്പാദനത്തിന് വഴിതെളിച്ചത്. 4. ആധുനിക സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ജെയിംസ് വാട്ട്. 1769-ൽ അദ്ദേഹം രൂപകൽപ്പന ചെയ്ത സ്റ്റീം എഞ്ചിൻ മുൻപുണ്ടായിരുന്ന ന്യൂകോമൻ എഞ്ചിനേക്കാൾ വളരെ കാര്യക്ഷമമായിരുന്നു. ഇത് ഫാക്ടറികൾക്കും ട്രെയിനുകൾക്കും ആവശ്യമായ വൻ ഊർജ്ജം പ്രദാനം ചെയ്തു. 5. വ്യാവസായിക വിപ്ലവത്തിന് ആവശ്യമായ പ്രധാന ഇന്ധനമെന്തായിരുന്നു? കൽക്കരി. സ്റ്റീം എഞ്ചിനുകൾ പ്രവർത്തിപ്പിക്കാനും ഇരുമ്പ് ഉരുക്കാനും വൻതോതിൽ കൽക്കരി ആവശ്യമായി വന്നത് കൽക്കരി ഖനന മേഖലയിൽ വലിയ വളർച്ചയുണ്ടാക്കി. 6. ടെക്സ്റ്റൈൽ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ഫ്ലൈയിംഗ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ കെ. 1733-ൽ നടന്ന ഈ കണ്ടുപിടുത്തം നെയ്ത്തിന്റെ വേഗത ഇരട്ടിയാക്കുകയും കൂടുതൽ വീതിയുള്ള തുണികൾ വളരെ വേഗത്തിൽ നെയ്യാൻ സഹായിക്കുകയും ചെയ്തു. 7. സ്പിന്നിംഗ് ജെന്നി എന്ന യന്ത്രം ആരുടേതാണ്? ജെയിംസ് ഹാർഗ്രീവ്സ്. ഒരേ സമയം ഒന്നിലധികം നൂലുകൾ നൂൽക്കാൻ സഹായിച്ച ഈ യന്ത്രം ടെക്സ്റ്റൈൽ ഉൽപ്പാദനം വൻതോതിൽ വർദ്ധിപ്പിച്ചു. 8. വെള്ളത്തിന്റെ ശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാട്ടർ ഫ്രെയിം കണ്ടുപിടിച്ചത് ആരാണ്? റിച്ചാർഡ് ആർക്രൈറ്റ്. നൂൽ നൂൽക്കുന്ന പ്രക്രിയയെ വീടുകളിൽ നിന്ന് മാറ്റി വലിയ ഫാക്ടറികളിലേക്കെത്തിക്കാൻ ഈ യന്ത്രത്തിന് കഴിഞ്ഞു. 9. ആധുനിക ഫാക്ടറി സമ്പ്രദായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? റിച്ചാർഡ് ആർക്രൈറ്റ്. മെക്കാനിക്കൽ ശക്തിയും തൊഴിലാളികളെ ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ കൊണ്ടുവന്നുള്ള തൊഴിൽ വിഭജനവും ആദ്യമായി വിജയകരമായി നടപ്പിലാക്കിയത് അദ്ദേഹമാണ്. 10. വ്യാവസായിക വിപ്ലവകാലത്ത് ഗതാഗതരംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച വാഹനമേതാണ്? നീരാവി തീവണ്ടികൾ. കൽക്കരിയും ഉൽപ്പന്നങ്ങളും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വളരെ വേഗത്തിലും കുറഞ്ഞ ചെലവിലും എത്തിക്കാൻ ഇത് സഹായിച്ചു. 11. ആദ്യത്തെ വാണിജ്യ സ്റ്റീം ലോക്കോമോട്ടീവ് നിർമ്മിച്ചത് ആരാണ്? ജോർജ് സ്റ്റീഫൻസൺ. 1814-ൽ അദ്ദേഹം നിർമ്മിച്ച ബ്ലൂച്ചർ എന്ന എഞ്ചിനും പിന്നീട് വന്ന റോക്കറ്റും ലോകത്ത് റെയിൽവേ യുഗത്തിന് തുടക്കം കുറിച്ചു. 12. തുണികളിലെ കോട്ടൺ വേർതിരിക്കാൻ സഹായിച്ച കോട്ടൺ ജിൻ കണ്ടുപിടിച്ചതാരാണ്? എലി വിറ്റ്നി. 1793-ലുണ്ടായ ഈ കണ്ടുപിടുത്തം അമേരിക്കയിൽ പരുത്തി കൃഷി വൻതോതിൽ ലാഭകരമാകാനും ബ്രിട്ടനിലെ മില്ലുകളിലേക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ അതിവേഗം എത്താനും കാരണമായി. 13. വ്യാവസായിക വിപ്ലവകാലത്ത് നഗരങ്ങളിലേക്ക് ആളുകൾ കൂട്ടത്തോടെ കുടിയേറിയ പ്രക്രിയ ഏതു പേരിൽ അറിയപ്പെടുന്നു? നഗരവൽക്കരണം. ഗ്രാമങ്ങളിലെ പരമ്പരാഗത കൃഷിരീതികൾ നഷ്ടപ്പെടുകയും ഫാക്ടറികളിൽ തൊഴിലവസരങ്ങൾ കൂടുകയും ചെയ്തതോടെ നഗരങ്ങളിലെ ജനസംഖ്യ കുതിച്ചുയർന്നു. 14. ആദ്യകാല ഫാക്ടറികളിലെ ജോലിസമയം എങ്ങനെയായിരുന്നു? ദിവസവും 12 മുതൽ 16 മണിക്കൂർ വരെ. കഠിനമായ നിയമങ്ങളും വിശ്രമമില്ലാത്ത പരുക്കൻ സാഹചര്യങ്ങളുമായിരുന്നു അക്കാലത്ത് തൊഴിലാളികൾ നേരിട്ടിരുന്നത്. 15. വ്യാവസായിക വിപ്ലവത്തിന്റെ കറുത്ത വശമെന്ന് വിശേഷിപ്പിക്കാവുന്ന ചൂഷണമേതാണ്? ബാലവേല. കുറഞ്ഞ വേതനം മാത്രം നൽകിയാൽ മതിയെന്നതിനാലും കൽക്കരി ഖനികളിലെയും യന്ത്രങ്ങളുടെയും ഇടുങ്ങിയിടങ്ങളിൽ ജോലി ചെയ്യാൻ എളുപ്പമുള്ളതിനാലും കുട്ടികളെ വൻതോതിൽ ദുരുപയോഗം ചെയ്തു. 16. യന്ത്രങ്ങൾ തങ്ങളുടെ തൊഴിൽ ഇല്ലാതാക്കുന്നു എന്ന് വിശ്വസിച്ച് അവ തല്ലിത്തകർത്ത തൊഴിലാളി കൂട്ടായ്മ ഏതാണ്? ലുദ്ദിറ്റുകൾ. നെഡ്ലുഡ് എന്നയാളുടെ നേതൃത്വത്തിൽ 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇവർ ഇംഗ്ലണ്ടിലെ മില്ലുകളിൽ വ്യാപകമായ യന്ത്രനാശം വരുത്തി തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു. 17. ആധുനിക റോഡ് നിർമ്മാണ രീതിയായ മക്കാഡം രീതി ആവിഷ്കരിച്ചതാരാണ്? ജോൺ മക്കാഡം. ചെറിയ കല്ലുകളും മണ്ണും കൃത്യമായ അനുപാതത്തിൽ നിരത്തി ഉറപ്പുള്ളതും വെള്ളം കെട്ടിക്കിടക്കാത്തതുമായ റോഡുകൾ നിർമ്മിക്കാൻ ഈ രീതി സഹായിച്ചു. 18. കപ്പൽ ഗതാഗതത്തിൽ നീരാവി ശക്തി ആദ്യമായി വിജയകരമായി ഉപയോഗിച്ച വ്യക്തി ആരാണ്? റോബർട്ട് ഫുൾട്ടൺ.
1807 അദ്ദേഹം ക്ലർമോണ്ട് എന്ന സ്റ്റീംബോട്ട് അമേരിക്കയിൽ വിജയകരമായി ഓടിച്ചു കാണിച്ചുകൊണ്ട് ജലഗതാഗതത്തിൽ മാറ്റം വരുത്തി. 19 വ്യാവസായിക വിപ്ലവത്തിന്റെ ഫലമായി രൂപംകൊണ്ട പുതിയ രണ്ട് സാമൂഹിക വർഗ്ഗങ്ങൾ ഏതെല്ലാമാണ്? മുതലാളിമാരും തൊഴിലാളി വർഗവും. ഉൽപ്പാദന മാർഗ്ഗങ്ങൾ കൈവശം വെച്ച സമ്പന്നരും ഫാക്ടറികളിൽ തുച്ഛമായ ശമ്പളത്തിന് അധ്വാനിച്ച സാധാരണക്കാരും തമ്മിലുള്ള വലിയൊരു വിടവ് ഇത് സൃഷ്ടിച്ചു. 20 വ്യാവസായിക വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ മുതലാളിത്തത്തെ വിമർശിച്ച് ദാസ് ക്യാപിറ്റൽ എഴുതിയത് ആരാണ്? കാറൽ മാർക്സ്. തൊഴിലാളികളുടെ ചൂഷണത്തെക്കുറിച്ചും സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും വളരെ ആഴത്തിൽ പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. 21 ഇരുമ്പ് ഉൽപ്പാദനം എളുപ്പമാക്കിയ ബെസമർ പ്രക്രിയ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉരുക്ക് നിർമ്മാണം. ഹെൻറി ബെസമർ 1856 വികസിപ്പിച്ച ഈ രീതി ഇരുമ്പ് വേഗത്തിൽ വലിയ അളവിൽ സ്റ്റീലാക്കി മാറ്റാൻ സഹായിച്ചു. ഇത് പാലങ്ങളുടെയും വലിയ കെട്ടിടങ്ങളുടെയും നിർമ്മാണത്തിൽ വിപ്ലവം സൃഷ്ടിച്ചു. 22 തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ രൂപീകൃതമായ സംഘടനകൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ട്രേഡ് യൂണിയനുകൾ. തുടക്കത്തിൽ ഇവ നിയമവിരുദ്ധമായി നിരോധിക്കപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് കടുത്ത സമരങ്ങളിലൂടെയും കൂട്ടായ്മകളിലൂടെയും തൊഴിലാളികൾ തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുത്തു. 23 വ്യാവസായിക വിപ്ലവകാലത്ത് ആശയവിനിമയ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച കണ്ടുപിടുത്തമേതാണ്? ഇലക്ട്രിക് ടെലിഗ്രാഫ്. സാമുവൽ മോഴ്സ് വികസിപ്പിച്ച ഈ സംവിധാനം ദൂരദേശങ്ങളിലേക്ക് സന്ദേശങ്ങൾ നിമിഷങ്ങൾക്കകം കോഡ് ഭാഷയിലെത്തിക്കാൻ സഹായിച്ചു. 24 ലണ്ടനിലെ ഗ്രേറ്റ് എക്സിബിഷൻ നടന്ന വർഷമേതാണ്? 1851. ഹൈഡ് പാർക്കിൽ നിർമ്മിച്ച ക്രിസ്റ്റൽ പാലസ് എന്ന കൂറ്റൻ കണ്ണാടിക്കൊട്ടാരത്തിലാണ് ഈ വമ്പൻ പ്രദർശനം നടന്നത്. വ്യാവസായിക വിപ്ലവത്തിലൂടെ ബ്രിട്ടൻ കൈവരിച്ച അത്ഭുതകരമായ സാങ്കേതിക മുന്നേറ്റങ്ങളും യന്ത്രസാമഗ്രികളും ലോകത്തിനു മുന്നിൽ പ്രകടിപ്പിക്കാനാണ് ഇത് സംഘടിപ്പിച്ചത്. 25 വ്യാവസായിക വിപ്ലവത്തിന്റെ ഫലമായി കൃഷിരംഗത്തുണ്ടായ മാറ്റങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? കാർഷിക വിപ്ലവം. പുതിയ തരം വിത്തുകളും യന്ത്രങ്ങളും ശാസ്ത്രീയമായ വിളക്രമങ്ങളും വന്നതോടെ കുറഞ്ഞ തൊഴിലാളികളെക്കൊണ്ട് കൂടുതൽ ഭക്ഷ്യോൽപാദനം സാധ്യമായി. 26 വിത്തുകൾ കൃത്യമായ വരികളിൽ പാകാൻ സഹായിച്ച സീഡ്രിൽ കണ്ടുപിടിച്ചതാരാണ്? ജെത്രോ ടൽ. 1701 കണ്ടെത്തിയ ഈ യന്ത്രം വിത്തുകൾ പാഴായിപ്പോകുന്നത് തടയുകയും കാർഷിക ഉൽപ്പാദനക്ഷമത വലിയ തോതിൽ വർദ്ധിപ്പിക്കുകയും ചെയ്തു. 27 ബ്രിട്ടനുശേഷം വ്യാവസായിക വിപ്ലവം അതിവേഗം പടർന്ന യൂറോപ്യൻ രാജ്യം ഏതാണ്? ബെൽജിയം. കൽക്കരിയുടെയും ഇരുമ്പിന്റെയും വലിയ നിക്ഷേപവും ബ്രിട്ടീഷ് സാങ്കേതികവിദ്യ എളുപ്പത്തിൽ സ്വീകരിച്ചതുമാണ് ബെൽജിയത്തെ യൂറോപ്പിലെ രണ്ടാമത്തെ വ്യാവസായിക കേന്ദ്രമാക്കിയത്. 28 അമേരിക്കൻ വ്യാവസായിക വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? സാമുവൽ സ്ലേറ്റർ. ബ്രിട്ടനിലെ ടെക്സ്റ്റൈൽ യന്ത്രങ്ങളുടെ രൂപരേഖ രഹസ്യമായി മനസ്സിൽ സൂക്ഷിച്ച് അമേരിക്കയിലെത്തിച്ച് ആദ്യത്തെ മില്ല് സ്ഥാപിച്ചത് അദ്ദേഹമാണ്. 29 കുട്ടികളുടെ തൊഴിൽ സമയം നിയന്ത്രിക്കാൻ ബ്രിട്ടൻ കൊണ്ടുവന്ന ആദ്യ നിയമം ഏതാണ്? 1833 ഫാക്ടറി ആക്ട്. 9 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്കു വയ്ക്കുന്നത് ഇത് നിരോധിക്കുകയും പ്രായപൂർത്തിയാകാത്തവരുടെ ജോലി സമയം പരിമിതപ്പെടുത്തുകയും ചെയ്തു. 30 വ്യാവസായിക വിപ്ലവകാലത്തെ നഗരങ്ങളിലെ മോശം താമസസ്ഥലങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ്? ചേരികൾ അഥവാ സ്ലംസ്. കടുത്ത ജനസാന്ദ്രതയും ശുചിത്വമില്ലായ്മയും പശ്ചാത്തല സൗകര്യങ്ങളുടെ കുറവും കാരണം പബ്ലിക് ഹെൽത്ത് വലിയൊരു പ്രതിസന്ധിയിലായ ഇടങ്ങളായിരുന്നു ഇവ. 31 കടക്ടറികൾക്ക് വെളിച്ചം നൽകാൻ ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന വാതകമേതാണ്? കൽക്കരി വാതകം. ഇത് ഫാക്ടറികളിൽ രാത്രികാലങ്ങളിലും ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ തടസ്സമില്ലാതെ ജോലി ചെയ്യാൻ സൗകര്യമൊരുക്കി. 32 ഖനികളിലെ തൊഴിലാളികൾക്ക് സുരക്ഷയേകിയ സേഫ്റ്റി ലാമ്പ് കണ്ടുപിടിച്ചതാരാണ്? ഹംഫ്രി ഡേവി. 1815 നിർമ്മിച്ച ഈ സുരക്ഷാവിളക്ക് ഖനികൾക്കുള്ളിലെ കത്തുന്ന വാതകങ്ങൾ കാരണമുണ്ടാകുന്ന വലിയ പൊട്ടിത്തെറികൾ തടയാൻ സഹായിച്ചു. 33 രണ്ടാം വ്യാവസായിക വിപ്ലവത്തിന്റെ പ്രധാന സവിശേഷത എന്തായിരുന്നു? വൈദ്യുതിയുടെയും കെമിക്കലുകളുടെയും വൻതോതിലുള്ള ഉപയോഗം. 19ാം നൂറ്റാണ്ടിന്റെ പകുതിക്ക് ശേഷമാണ് സ്റ്റീലും ഇലക്ട്രിസിറ്റിയും കേന്ദ്രീകരിച്ചുള്ള ഈ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത്. 34 അസംബ്ലി ലൈൻ രീതി ഉപയോഗിച്ച് കാർ നിർമ്മാണത്തിൽ വിപ്ലവം സൃഷ്ടിച്ച വ്യവസായി ആരാണ്? ഹെൻറി ഫോർഡ്. മോഡൽ ടി കാറുകൾ നിർമ്മിക്കാൻ ഈ രീതി ഉപയോഗിച്ചതിലൂടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള സമയവും ചെലവും കുറയ്ക്കാനും സാധാരണക്കാർക്ക് അത് ലഭ്യമാക്കാനും കഴിഞ്ഞു. 35 വ്യാവസായിക വിപ്ലവം പരിസ്ഥിതിയിലുണ്ടാക്കിയ ഏറ്റവും വലിയ ആഘാതം എന്താണ്? അന്തരീക്ഷ മലിനീകരണം. കൽക്കരിയുടെയും മറ്റ് ഇന്ധനങ്ങളുടെയും അമിത ഉപയോഗം കാരണം നഗരങ്ങളിൽ കറുത്ത പുക പടരുകയും വായുവും ജലാശയങ്ങളും വൻതോതിൽ മലിനമാകുകയും ചെയ്തു. 36 യൂറോപ്യൻ രാജ്യങ്ങൾ ഏഷ്യയിലും ആഫ്രിക്കയിലും കോളനികൾ സ്ഥാപിക്കാൻ വ്യാവസായിക വിപ്ലവം കാരണമായത് എങ്ങനെ? അസംസ്കൃത വസ്തുക്കളുടെ ആവശ്യകത മൂലം. ഫാക്ടറികളിലേക്ക് ആവശ്യമായ പരുത്തി, ഇരുമ്പ് തുടങ്ങിയവ കണ്ടെത്താനും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള പുതിയ വിപണികൾക്കും വേണ്ടിയാണ് ഇവർ കോളനികൾ പിടിച്ചടക്കിയത്. 37 സാമ്പത്തിക രംഗത്ത് സർക്കാർ ഇടപെടലുകൾ പാടില്ലെന്ന ലൈസേ ഫെയർ നയം മുന്നോട്ടുവെച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ്? ആദം സ്മിത്ത്.
വ്യാവസായിക വിപ്ലവകാലത്ത് സ്വതന്ത്ര വ്യാപാരത്തിനും വിപണിയിലെ മത്സരങ്ങൾക്കും വലിയ രീതിയിലുള്ള പിന്തുണ നൽകിയ ഒരു സിദ്ധാന്തമാണിത്. 38 സൂയസ് കനാൽ തുറന്നത് വ്യാവസായിക വിപ്ലവത്തെ എങ്ങനെ സഹായിച്ചു? യാത്രാദൂരം കുറച്ചു. യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള കടൽമാർഗ ദൂരം ഇത് വൻതോതിൽ കുറച്ചതോടെ നീരാവിക്കപ്പലുകൾക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ ചരക്കുകൾ എത്തിക്കാൻ സാധിച്ചു. 39 പരുത്തിനൂൽ കൂടുതൽ ശക്തമാക്കാൻ സഹായിച്ച ക്രോംപ്ടൺസ് മ്യൂൾ കണ്ടുപിടിച്ചത് ആരാണ്? സാമുവൽ ക്രോംപ്ടൺ. മുൻപുണ്ടായിരുന്ന സ്പിന്നിംഗ് ജെന്നിയുടെയും വാട്ടർ ഫ്രെയിമിന്റെയും ഗുണങ്ങൾ ഒത്തുചേർന്നതായിരുന്നു ഈ യന്ത്രം. 40 വ്യാവസായിക വിപ്ലവകാലത്ത് നഗരങ്ങളിൽ പടർന്നുപിടിച്ച പ്രധാന പകർച്ചവ്യാധി ഏതായിരുന്നു? കോളറ. കടുത്ത ജനസാന്ദ്രതയുള്ള ചേരികളിലെ മലിനമായ കുടിവെള്ളവും മോശം ഓവുചാലുകളുമായിരുന്നു ഈ രോഗം അതിവേഗം പടരാൻ കാരണമായത്. 41 ബ്രിട്ടനിലെ മാഞ്ചസ്റ്റർ നഗരം ഏത് വ്യവസായത്തിന്റെ കേന്ദ്രമായാണ് അറിയപ്പെട്ടിരുന്നത്? കോട്ടൺ ടെക്സ്റ്റൈൽ വ്യവസായം. ലോകത്തിന്റെ കോട്ടൺ തലസ്ഥാനം എന്നാണ് ഒരു കാലത്ത് മാഞ്ചസ്റ്റർ നഗരം അറിയപ്പെട്ടിരുന്നത്. 42 ആദ്യമായി വൻതോതിൽ അച്ചടി വേഗത്തിലാക്കിയ സ്റ്റീം പ്രസ് നിർമ്മിച്ചതാരാണ്? ഫ്രെഡറിക് കോനിംഗ്. ഇത് പത്രങ്ങളുടെയും പുസ്തകങ്ങളുടെയും നിർമ്മാണച്ചെലവ് കുറയ്ക്കാനും അറിവ് സാധാരണ ജനങ്ങളിലേക്ക് വേഗത്തിലെത്തിക്കാനും കാരണമായി. 43 യന്ത്രവൽകൃത കൃഷിക്ക് തുടക്കം കുറിച്ച മെക്കാനിക്കൽ റീപ്പർ കണ്ടുപിടിച്ചതാരാണ്? സൈറസ് മക്കോർമിക്. വലിയ പാടങ്ങളിലെ വിളവെടുപ്പ് പ്രക്രിയ വളരെ വേഗത്തിലാക്കാൻ ഈ യന്ത്രത്തിന് കഴിഞ്ഞു. 44 വ്യാവസായിക വിപ്ലവത്തിന്റെ ഫലമായി സ്ത്രീകളുടെ സാമൂഹിക പദവിയിൽ വന്ന മാറ്റമെന്താണ്? സാമ്പത്തിക സ്വാതന്ത്ര്യം. അവർ വീടുകളിൽ നിന്ന് മാറി ഫാക്ടറി തൊഴിലാളികളായി മാറുകയും സ്വന്തമായി വരുമാനം കണ്ടെത്താൻ തുടങ്ങുകയും ചെയ്തു. ഇത് പിൽക്കാലത്ത് സ്ത്രീസമത്വ പ്രസ്ഥാനങ്ങൾക്ക് വലിയൊരു അടിത്തറയിട്ടു. 45 ജർമ്മനിയിൽ വ്യാവസായിക വിപ്ലവത്തിന് വലിയ പങ്കുവഹിച്ച പ്രധാന പ്രദേശം ഏതാണ്? റൂർ വാലി. കൽക്കരിയുടെയും ഇരുമ്പിന്റെയും വൻ ശേഖരമുണ്ടായിരുന്ന ഈ പ്രദേശം ജർമ്മനിയെ ലോകത്തിലെ വലിയൊരു വ്യാവസായിക ശക്തിയാക്കി മാറ്റുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. 46 ഓട്ടോമാറ്റിക് നെയ്ത്ത് സാധ്യമാക്കിയ ലൂം കണ്ടുപിടിച്ചത് ആരാണ്? ജോസഫ് മേരി ജാക്കാർഡ്. പഞ്ച് കാർഡുകൾ ഉപയോഗിച്ച് ഡിസൈനുകൾ തുണിയിൽ തനിയെ മൂവ് ചെയ്യുന്ന ഈ സാങ്കേതികവിദ്യയാണ് പിൽക്കാലത്ത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗിനു പോലും പ്രചോദനമായത്. 47 രണ്ടാം വ്യാവസായിക വിപ്ലവകാലത്ത് വിമാനങ്ങളുടെ കണ്ടുപിടുത്തത്തിന് വഴിതുറന്ന എഞ്ചിൻ ഏതാണ്? ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇന്ധനമായി ഉപയോഗിച്ച ഈ എഞ്ചിൻ ഗതാഗത മേഖലയെ തികച്ചും പുതിയൊരു തലത്തിലെത്തിച്ചു. 48 വ്യാവസായിക വിപ്ലവകാലത്തെ തൊഴിലാളികളുടെ ദുരിതങ്ങൾ തന്റെ നോവലുകളിലൂടെ തുറന്നുകാട്ടിയ വിഖ്യാത എഴുത്തുകാരൻ ആരാണ്? ചാൾസ് ഡിക്കൻസ്. ഒലിവർ ട്വിസ്റ്റ്, ഹാർഡ് ടൈംസ് തുടങ്ങിയ പ്രശസ്ത കൃതികളിലൂടെ അന്നത്തെ നഗരങ്ങളിലെയും ഫാക്ടറികളിലെയും ദയനീയ അവസ്ഥ അദ്ദേഹം ലോകത്തിനു മുന്നിൽ വരച്ചുകാട്ടി. 49 സമ്പദ്വ്യവസ്ഥയിൽ പണത്തിനു പകരം യന്ത്രങ്ങളും ഫാക്ടറികളും പ്രധാന പങ്കുവഹിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? വ്യവസായവൽക്കരണം അഥവാ ഇൻഡസ്ട്രിയലിസം. കാർഷിക കേന്ദ്രീകൃതമായ പരമ്പരാഗത സമൂഹങ്ങളെ ഉൽപ്പാദന കേന്ദ്രീകൃതമായ ആധുനിക സമൂഹങ്ങളാക്കി മാറ്റിയത് ഈ പ്രക്രിയയാണ്. 50 ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇനി അവസാനത്തെ ചോദ്യം നിങ്ങൾക്കുള്ളതാണ്. വ്യാവസായിക വിപ്ലവം മനുഷ്യരാശിക്ക് നൽകിയത് വലിയ പുരോഗതിയാണോ അതോ പ്രകൃതിക്കും മനുഷ്യനും വരുത്തിവെച്ച വലിയൊരു വിനാശമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ. ചുരുക്കത്തിൽ നമ്മളിന്ന് ജീവിക്കുന്ന ഈ ആധുനിക ലോകത്തിന്റെ അടിത്തറ പാകിയത് വ്യാവസായിക വിപ്ലവമാണ്. സ്മാർട്ട് ഫോണുകൾ മുതൽ അതിവേഗ യാത്രകൾ വരെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സൗകര്യങ്ങൾക്കും പിന്നിൽ അന്നു തുടങ്ങിയ ആ യന്ത്രവൽക്കരണത്തിന്റെ ചരിത്രമുണ്ട്. അതേസമയം തന്നെ പരിസ്ഥിതി മലിനീകരണവും ചൂഷണവും പോലുള്ള വലിയ വെല്ലുവിളികളും അത് നമുക്ക് സമ്മാനിച്ചു. വ്യാവസായിക വിപ്ലവത്തെക്കുറിച്ചുള്ള ഈ 50 ചോദ്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.